പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ദൈവവചനം യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കാനായി ദൈവം തന്ന മറ്റൊരവസരത്തെ ഓർത്ത് കരുണാമയനായ ദൈവത്തിന് ആരാധനയും സ്തുതിയും സമർപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിലാണ് നമ്മുടെ പഠനം എത്തി നിൽക്കുന്നത്. യോഹന്നാൻ 5-ാം അധ്യായം 16 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇതുവരെയും കണ്ടത്. 16ഉം 17ഉം നമ്മൾ വായിച്ചിരുന്നു. സാബത്തിൽ യേശു ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദ്വേഷിച്ചു. യേശു അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. എൻ്റെ പിതാവ് പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. നാം ഇവിടെ കണ്ടത് യേശു തന്നെ ദൈവതുല്യൻ ആക്കുകയാണ്. സാബത്തിൻ്റെ അധിപൻ, സാബത്ത് നൽകിയവൻ ദൈവമാണ്. ആ ദൈവം സാബത്ത് ദിവസവും പ്രവർത്തന നിരതനാണ്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, അതുകൊണ്ട് ഞാനും പ്രവർത്തന നിരതനാണ്. അടുത്ത വാക്യം എങ്ങനെയാണ്? ദൈവം സാബത്തിൽ വിശ്രമിക്കുന്നില്ല, അതുകൊണ്ട് ഞാനും വിശ്രമിക്കുന്നില്ല. ഞാൻ ദൈവതുല്യനാണ്, ഞാൻ തുടരുന്നത് പിതാവിൻ്റെ പ്രവൃത്തികളാണ് എന്ന് പറയുക വഴി യേശു തന്നെ ദൈവത്തിന് തുല്യനാക്കുകയാണ്. താൻ ദൈവമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. യേശു ദൈവമാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ദുഷ്കരമായ കാര്യമാണ് കേൾക്കാൻ. അതവന് കേൾക്കാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഈശോ വീണ്ടും നമ്മളെ ക്ഷണിക്കുകയാണ്. പ്രാർത്ഥനാപൂർവം നമുക്ക് ഇന്നത്തെ വചന പഠനത്തിലേക്ക് കടക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം, ഇതുമൂലം അവനെ വധിക്കാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു. കാരണം അവൻ സാബത്ത് ലംഘിക്കുക മാത്രമല്ല, തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു. നമ്മൾ ഇവിടെ യോഹന്നാൻ 5 ഈ 16, 17, 18 വാക്യങ്ങൾ മുതൽ യഹൂദരും, അതായത് ജെറുസലേമിലെ യഹൂദരും യേശുവും തമ്മിലുള്ള ഒരു സംഘർഷം ആരംഭിക്കുന്നത് കാണുകയാണ്. അപ്പോൾ ഇവിടെ ഈ സംഘർഷം ആരംഭിക്കുമ്പോൾ ഇനി നമ്മൾ ഏതാണ്ട് 10ഓളം തവണ യേശുവിനെ യഹൂദർ വധിക്കാൻ ഉദ്യമിക്കുന്നതിൻ്റെ വിശദാംശങ്ങൾ സുവിശേഷങ്ങളിലുണ്ട്. കുരിശിൽ യേശുവിനെ കൊല്ലുന്നതിന് മുൻപ് അനേക സന്ദർഭങ്ങളിൽ യേശുവിനെ യഹൂദർ വധിക്കാൻ ഉദ്യമിച്ചിരുന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, യേശു താനും ദൈവവും ഒന്നാണ് എന്ന് പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യേശു ദൈവമാണോ എന്ന് യേശു എവിടെയെങ്കിലും സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ സൂചിപ്പിച്ചിരുന്നു. അനേക സന്ദർഭങ്ങളിൽ യേശു തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തിയിട്ടുണ്ട്. താനും യഹോവയും ഒന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, താനും പിതാവും ഒന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാം യേശുവിൻ്റെ ദൈവത്വത്തെ കണ്ടുമുട്ടുന്ന ഭാഗങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇനി പ്രധാനമായും ഇനിയുള്ള അധ്യായങ്ങൾ യേശുവിൻ്റെ ദൈവത്വത്തെ വിവരിക്കുന്ന അധ്യായങ്ങളാണ്. അപ്പോൾ ഇവിടുത്തെ യഥാർത്ഥത്തെ പ്രശ്നം എന്താണ്? പിതാവായ ദൈവം 6 ദിവസം ജോലി ചെയ്തു, 7-ാം ദിവസം വിശ്രമിച്ചു എന്നാണ് നാം സാധാരണയായി സാബത്തിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ യേശു കുറെ കൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ നമ്മളെ വിളിക്കുകയാണ്. അതായത് ദൈവം വിശ്രമിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കുറെ കൂടി ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് ദൈവം നമ്മളെ വിളിക്കുകയാണ് ഈ സുവിശേഷ ഭാഗത്തിലൂടെ. അപ്പോൾ എന്താണ് പറയുന്നത്? ഇത് പറഞ്ഞത് മൂലം താനും ദൈവവും ഒന്നാണ് എന്ന് പറയുക, അതുപോലെ തന്നെ സാബത്ത്, ദൈവം സ്ഥാപിച്ച സാബത്തിനെ ലംഘിക്കുക, ഈ 2 പ്രവൃത്തികളിലൂടെ യേശു യഹൂദർക്ക് അനഭിമതനായി മാറി. അപ്പോൾ യഹൂദർ അവനെ വധിക്കാൻ കൂടുതലായി പരിശ്രമിച്ചു. കാരണം അവൻ സാബത്ത് ലംഘിക്കുക മാത്രമല്ല, തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിക്കുക കൂടി ചെയ്തു.
19-ാമത്തെ വാക്യം യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആമുഖം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ആമേൻ ആമേൻ, സത്യം സത്യമായി, ട്രൂലി ട്രൂലി എന്ന് പറഞ്ഞിട്ട് യേശു ഉപയോഗിക്കുന്ന വിവിധ സന്ദർഭങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ യേശു പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രൻ സ്വന്തം ഇഷ്ടമനുസരിച്ച് പുത്രന് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. ഇവിടെ 17, 16, 17, 18 വാക്യങ്ങളിൽ തന്നെ തന്നെ ദൈവതുല്യനാക്കിയപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് യഹൂദന്റെ മതബോധത്തിലെ ഏറ്റവും 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 ഷോക്കിംഗ് ആയ, സ്ഫോടനാത്മകമായ, ഏറ്റവും സംഭ്രമിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ്. അപ്പോൾ ഈ പ്രസ്താവന നടത്തുമ്പോൾ യേശു പറയുകയാണ്, യേശു വിശദീകരിക്കുകയാണ്, ഞാൻ ദൈവത്തോട് തുല്യനാണ്, അല്ലെങ്കിൽ ഞാനും ദൈവവും ഒന്നാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു റൈവൽ ഗോഡ് അല്ല. ഞാൻ ഇപ്പോൾ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആ ദൈവത്തിന് എതിരെ നിൽക്കുന്ന മറ്റൊരു ദൈവം അല്ല. അപ്പോൾ യേശു ഇതിനെ വിശദീകരിക്കുകയാണ്. ഇനി ഞാനും പിതാവും പരസ്പര വിരുദ്ധമായി നിന്ന് പോരടിക്കുന്ന വൈരുദ്ധ്യാത്മ ശക്തികളല്ല, മറിച്ച് ഞാനും പിതാവും ഒന്നാണ്. പിതാവ് ചെയ്യുന്നത് മാത്രമാണ് പുത്രൻ ചെയ്യുന്നത്. പിതാവിൽ നിന്ന് വ്യത്യസ്തമായി പുത്രന് ഒരു ദൗത്യം ഇല്ല. അപ്പോൾ തൃത്വത്തിലെ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തെ വിശദീകരിക്കുന്ന പ്രധാനപ്പെട്ട വാക്യങ്ങളിൽ ഒന്നാണിത്. അതായത് അവർ ഒന്നാണ്. അവർക്ക് രണ്ട് അഭിപ്രായങ്ങളില്ല, അവർക്ക് രണ്ട് നിലപാടുകളില്ല, അവർക്ക് രണ്ട് പദ്ധതികളില്ല. പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രൻ ചെയ്യുന്നു. അപ്പോൾ ദൈവത്തോട് സമനാണ് എന്ന് പറയുമ്പോൾ ദൈവത്തോട് വൈരുദ്ധ്യമായി പ്രവർത്തിക്കുന്ന മറ്റൊരു ദൈവമല്ല താൻ എന്ന് യേശു വിശദീകരിക്കുകയാണ്. ഇനി ഈ ഒരു പിതാവും പുത്രനും തമ്മിലുള്ള ഐക്യത്തെ സൂചിപ്പിക്കാൻ ഏറ്റവും മനോഹരമായ ഒരു അടയാളമാണ് യേശു തിരഞ്ഞെടുത്തത്. ആ അടയാളമാണ് പിതാവ് പുത്രൻ സംബോധനകൾ, ഫാദർ സൺ എന്ന് പറയുന്ന സംബോധനകൾ യേശു ഉപയോഗിക്കുക വഴി ഈ തൃത്വത്തിലെ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം ഒരു സംഘർഷത്തിൻ്റെതല്ല എന്ന് യേശു സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സംബോധനകൾ പിതാവും പുത്രനും. നമ്മൾ ഈ പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് നമുക്ക് അറിയാം, ഒത്തിരി വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ വിശദീകരിച്ചാലും ആളുകൾക്ക് പിന്നെയും സംശയങ്ങൾ ബാക്കി നിൽക്കാൻ സാധ്യതയുള്ള ഒരു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള സങ്കല്പമാണ് ക്രിസ്തീയ ദൈവവിശ്വാസത്തിലെ തൃത്വ സങ്കല്പം. അപ്പോൾ അതുകൊണ്ട് തൃത്വത്തെ നമ്മൾ ഏറ്റവും ലളിതമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, തൃത്വം എന്ന് പറയുന്നത് സ്നേഹമാണ്. നമ്മൾ ഉദാഹരണത്തിന്, എന്തുകൊണ്ട് ക്രിസ്ത്യാനി വിശ്വസിക്കുന്ന ദൈവം ഒരു ദൈവത്തിൽ മൂന്നാളുകൾ, ഒരു ദൈവം മൂന്നാളുകൾ, ത്രിയേക ദൈവം എന്ന ദൈവസങ്കല്പം എന്തുകൊണ്ട് ബൈബിൾ അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്തുകൊണ്ട് തൃത്വത്തിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ദൈവം സ്നേഹമാണ്. നിങ്ങൾക്കറിയാം, ഒരാൾക്ക് തനിയെ സ്നേഹിക്കാൻ പറ്റില്ല, അതൊരു ആത്മസ്നേഹമാണ്. ഒരാൾ തന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സ്വാർത്ഥ സ്നേഹമാണ്. എന്നാൽ സ്നേഹം എന്ന ആ ഉദാത്തമായ സങ്കല്പം നിലനിൽക്കണമെങ്കിൽ, സ്നേഹം എന്നതൊരു യാഥാർത്ഥ്യമാകണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്നേഹിക്കാൻ ഒരു വ്യക്തി വേണം. അവിടെ സ്നേഹം വേണം, സ്നേഹിക്കാൻ ഒരു വ്യക്തി വേണം. സ്നേഹിക്കുന്നൊരു വ്യക്തി, സ്നേഹിക്കപ്പെടുന്നൊരു വ്യക്തി, അവർക്കിടയിലെ സ്നേഹം, ഇതാണ് യഥാർത്ഥത്തിൽ തൃത്വം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. തൃത്വത്തെ നിങ്ങൾക്ക് ഏറ്റവും ലളിതമായി മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളിങ്ങനെ മനസ്സിലാക്കുക, പൂർണ്ണമായി സമ്പൂർണമായി ആത്മദാനം ചെയ്ത് തന്നെ മറ്റൊരാൾക്ക് കൊടുത്ത് സ്നേഹിക്കുന്ന ശുദ്ധമായ നിർമ്മലമായ സ്നേഹമാണ് ക്രിസ്ത്യൻ ഗോഡ്. ദൈവം സ്നേഹമാണ്. ആ സ്നേഹത്തിൽ ഒരാൾ പൂർണ്ണമായും തന്നെ മറ്റൊരാൾക്ക് കൊടുക്കുകയാണ്. ആ സ്നേഹത്തിൽ സമ്പൂർണമായ ആത്മദാനം നടക്കുകയാണ്. ആ സ്നേഹത്തിൽ പരസ്പര വൈരുദ്ധ്യങ്ങളില്ല. ഒരാളുടെ ഇഷ്ടം മറ്റൊരാൾ സമ്പൂർണമായി ഏറ്റെടുക്കുകയാണ്. അങ്ങനെ
സമ്പൂർണമായ സ്നേഹത്തിൻ്റെ പേരാണ് തൃത്വം. അപ്പോൾ ഈ തൃത്വത്തെ, സ്നേഹമായ തൃത്വത്തെ അടയാളപ്പെടുത്താൻ യേശു ഉപയോഗിച്ച ഒരു മനോഹരമായ സിംബലായിരുന്നു, പ്രതീകമായിരുന്നു, ബിംബമായിരുന്നു പിതാവ് പുത്രൻ സംബോധനകൾ. അപ്പോൾ ആ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും ആ സ്നേഹത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പരിശുദ്ധാത്മാവ്, പരിശുദ്ധ ആത്മാവ്, പരിശുദ്ധ സ്നേഹമാണത്. ആ പരിശുദ്ധ സ്നേഹമാണ് തൃത്വം. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. ഇനി ഈ പിതാവ് ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് യേശു ഓരോന്നോരോന്നായി പറയാൻ പോവുകയാണ്. പിതാവിൻ്റെ പ്രവൃത്തികൾ അത് തന്നെയാണ് പുത്രന് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ദ്വേഷിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. യഹോവയിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന, ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് എന്നെ തള്ളിക്കളയാൻ ആവില്ല. എന്തുകൊണ്ട്? നിങ്ങൾ ആരാധിക്കുന്ന ദൈവം, പിതാവ് ചെയ്യുന്നത് തന്നെയാണ് ഞാനും ചെയ്യുന്നത്. ഞാനും പിതാവും ഒന്നാണ്. ഇനി ഈശോ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരാനായിട്ട് പോവുകയാണ്. എന്തൊക്കെയാണത്? ഒന്ന്, പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവൻ അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണിത്. പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. ഇത് ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഇതിങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഉള്ള നിരവധി വാക്യങ്ങളല്ലിത്, മറിച്ച് ഇതെല്ലാം കണക്റ്റഡാണ്. ഇത് നമ്മൾ അതുകൊണ്ട് ആ പശ്ചാത്തലത്തിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ കൊണ്ടുവരികയാണ്. അതായത് എന്തുകൊണ്ട് യേശു സാബത്ത് ലംഘിച്ചു, എന്തുകൊണ്ട് സാബത്തിൽ പിതാവ് നൽകിയ ഭാരം ചുമന്നുകൊണ്ട് നഗരകവാടങ്ങളിലൂടെ പോകരുത് എന്ന കൽപ്പന അപ്പാരൻലി പുറമേ നിന്ന് കാണുമ്പോൾ, വെളിയിൽ നിന്ന് കാണുമ്പോൾ ലംഘിച്ചു എന്ന് തോന്നുന്ന വിധത്തിൽ യേശു പ്രവർത്തിച്ചു. അപ്പോൾ യേശു അതിന് ഉത്തരം പറയുകയാണ്, കാരണം ഞാൻ ചെയ്യുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. എന്തുകൊണ്ട്? ഞാനും പിതാവും ഒന്നാണ്. നിങ്ങൾ ആരാധിക്കുന്ന അതേ ദൈവവും ഞാനും ഒന്നാണ്. അപ്പോൾ എന്നിട്ട് കൂടുതൽ ഈശോ വിശദീകരിക്കുകയാണ്. എന്ന് പറഞ്ഞതുകൊണ്ട് ആ ദൈവത്തിനെതിരെ നിൽക്കുന്ന ഒരു രണ്ടാം ദൈവം എന്നല്ല അതിൻ്റെ അർത്ഥം. ഇത് പിതാവും പുത്രനുമാണ്, അവർ ഒന്നാണ്, അവർ സ്നേഹമാണ്. എന്നിട്ട് ഈശോ കൂടുതൽ ഫർദറായി വിശദീകരിക്കുന്നു. കർത്താവ് പറയുകയാണ്, അതായത് പിതാവ് ചെയ്യുന്നത് മാത്രമാണ് പുത്രൻ ചെയ്യുന്നത്. കാരണം പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്തൊക്കെയാണ് പിതാവ് ചെയ്യുന്നത്? ഒന്ന്, പിതാവ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച്, വാക്യം 21, പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. അതായത് പിതാവിൻ്റെ ഒരു പ്രവൃത്തിയാണ് മരിച്ചവരെ ഉയർപ്പിച്ച് ജീവൻ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു, സാബത്തിൽ ദൈവം ചെയ്യുന്നതായി യഹൂദർ മനസ്സിലാക്കിയിരുന്ന ഒരു കാര്യമാണ് ജീവൻ നൽകുക, അതുപോലെ തന്നെ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക, മരിച്ചവരെ വിധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ പിതാവായ ദൈവം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് സാബത്തിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പിതാവിൻ്റെ പ്രവൃത്തിയാണ്, മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് മരിച്ചവർക്ക് ജീവൻ കൊടുക്കുന്ന പ്രവൃത്തി. രണ്ടു തരത്തിലാണ് ഈ സാബത്തിൽ തളർവാദ രോഗിയെ ഉയർപ്പിച്ചത് വഴി യേശു മരിച്ചവർക്ക് ജീവൻ കൊടുത്തത്. ഒന്ന്, ഈ തളർച്ച, ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന അവൻ്റെ ഭൗതിക സാഹചര്യത്തിലെ അടിമത്തം, ഈ രോഗം, ഈ തകർച്ച, ഈ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഈ മറ്റുള്ളവരെ ആശ്രയിച്ച് മാത്രം ജീവിക്കേണ്ടി വരുന്ന സാഹചര്യം, ഇത് ഒരു തരത്തിൽ ഒരു മനുഷ്യൻ്റെ മരണമാണ്, അവന് ജീവനില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് യേശു എന്ത് ചെയ്യുന്നു? സാബത്തിൽ യേശു ആ മരണത്തിൽ നിന്ന്, രോഗമാകുന്ന, നിസ്സഹായതയാകുന്ന, ബലക്കുറവാകുന്ന, പരാശ്രയമാകുന്ന,
ദാരിദ്ര്യമാകുന്ന ഈ നിരാശയാകുന്ന ആ മരണത്തിൽ നിന്ന് ഞാൻ ഈ തളർവാദ രോഗിക്ക് ജീവൻ കൊടുക്കുകയാണ്. ഇത് പിതാവിൻ്റെ തന്നെ പ്രവൃത്തിയാണ്. മറ്റൊന്ന് യേശു പറയുന്നത്, ഇവിടെ ഈ രോഗിയെ സുഖപ്പെടുത്തി കഴിയുമ്പോൾ യേശു ആ രോഗിയോട് പറഞ്ഞത്, ഈ കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ നീ വീണ്ടും പാപം ചെയ്യരുത്, കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ. അപ്പോൾ അതായത് ഈ രോഗിക്ക് ദൈവം കൊടുത്തതൊരു ഭൗതിക സൗഖ്യം, ശാരീരിക സൗഖ്യം മാത്രമല്ല, ഈശോ കൊടുത്ത സൗഖ്യം തളർവാദം മാറ്റുക മാത്രമല്ല, മറിച്ച് യേശു അവൻ്റെ ജീവിതത്തിന് നിത്യജീവൻ നൽകുകയും ചെയ്തു. അവനെ നിത്യതയിലേക്ക് വിളിച്ചു. ആ നിത്യതയിലേക്ക് വിളിച്ച് നിത്യജീവൻ കൊടുക്കുന്നത് ദൈവത്തിന് റിസർവ് ചെയ്യപ്പെട്ട ഒരു അവകാശമാണ്. ആ അവകാശം ഈശോ പറയുകയാണ്, അത് പുത്രനുണ്ട്, അത് പിതാവും പുത്രനും ഒന്നായതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഈ ചെയ്യുന്നതിനകത്ത് നിങ്ങൾ വിസ്മയിക്കേണ്ട. വലിയ വലിയ പ്രവൃത്തികൾ പിതാവ് ചെയ്യുന്നത് പുത്രൻ ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണും. പിന്നെ മരിച്ചവരെ വിധിക്കുക, ഇത് പിതാവിൻ്റെ വലിയൊരു പ്രവൃത്തിയാണ്. അതാണ് ഈശോ വിധിയെക്കുറിച്ച് ഇവിടെ, മരിച്ചവർ കല്ലറകളിലോ ഉള്ളവർ അവൻ്റെ സ്വരം കേൾക്കുമെന്ന വാക്യങ്ങളൊക്കെ പറയുന്നത്. മരിച്ചവരെ വിധിക്കുക എന്ന പിതാവിൻ്റെ പ്രവൃത്തിയും അത് പുത്രന് പിതാവ് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രൻ കാണുന്നു, പുത്രനെ പിതാവ് കാണിച്ചു കൊടുക്കുന്നു, പുത്രൻ അതുപോലെ തന്നെ ചെയ്യുന്നു എന്ന് പറയുകയാണ്. ഇനി ഇവിടെ ഒരു ചെറിയ വിശദീകരണം കൂടെ ആവശ്യമുള്ളത്, നമ്മൾ സാബത്തിൽ ദൈവം വിശ്രമിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. സാബത്തിൽ ദൈവം വിശ്രമിച്ചു. എങ്ങനെയാണ് അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? യേശു 6 ദിവസം, പിതാവ് 6 ദിവസം സൃഷ്ടി നടത്തി, 7-ാം ദിവസം വിശ്രമിച്ചു. ഇനി നമുക്കറിയാം, ഈ 6 ദിവസങ്ങളിലും ഓരോ ദിവസവും അവസാനിക്കുന്നത് എങ്ങനെയായിരുന്നു? സന്ധ്യയായി, ഉഷസ്സായി, 1-ാം ദിവസം. അങ്ങനെ 6-ാം ദിവസം വരെയാണ് അങ്ങനെ പറയുന്നത്. പിന്നീട് ഈ 7-ാം ദിവസം സന്ധ്യയായി, ഉഷസ്സായി, വീണ്ടും 1-ാം ദിവസം എന്ന് ബൈബിളിൽ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈബിൾ വായിക്കുന്നവരും പഠിച്ചവരുമൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, 7-ാം ദിവസം അവസാനിച്ചിട്ടില്ല, നമ്മൾ ദൈവത്തിൻ്റെ 7-ാം ദിവസത്തിലാണ്, നമ്മൾ ദൈവത്തിൻ്റെ സാബത്ത് വിശ്രമത്തിലാണ്. ദൈവം ഈ 7-ാം ദിവസത്തിലാണ് ഇപ്പോഴും. ഈ 7-ാം ദിവസത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ അകത്താണ് നമ്മൾ. ഇനി അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം പ്രവർത്തിക്കുന്നില്ലെന്നാണ്, അവിടുന്ന് വിശ്രമിച്ചു എന്നാണ്. അപ്പോൾ അതിനെ നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അതായത് സാബത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നമുക്ക് 2 വിധത്തിലാണ് കാണേണ്ടത്, 2 തരത്തിലാണ് കാണേണ്ടത്. ഒന്ന് ദൈവം സൃഷ്ടി നടത്തിയത് എന്ന് പറഞ്ഞാൽ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്, സത്യം പറഞ്ഞാൽ മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സ്നേഹം, മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതിയാണെങ്കിലും ഈ സൃഷ്ടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിന് വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തിയാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് യഥാർത്ഥത്തിൽ ദൈവത്തിന് വേണ്ടിയാണ്. ദൈവത്തിന് നമ്മളെ വേണ്ടതുകൊണ്ടാണ്, ദൈവത്തിന് നമ്മളെ ആവശ്യമുള്ളത് കൊണ്ടാണ്, ദൈവത്തിന് നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. സ്നേഹമുണ്ട് എന്ന് പറയുമ്പോൾ ദൈവത്തിന് നമ്മളെ വേണ്ടത് കൊണ്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. അവിടുത്തെ ആ സ്നേഹം നമുക്ക് പങ്കുവെച്ച് തന്ന് അവിടുത്തെ സ്വന്തമാക്കി നമ്മളെ മാറ്റാനാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ, ഈ ഭൂമുഖത്തെ എല്ലാ സൃഷ്ടികളെയും ദൈവം സൃഷ്ടിച്ചത് ആ സൃഷ്ടികൾക്ക് വേണ്ടി എന്നതിനേക്കാൾ ദൈവത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഉൽപ്പത്തിയിലെ 6 ദിവസങ്ങളിലെ ഈ സൃഷ്ടികർമ്മം എന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമുക്ക് ഒരു തലക്കെട്ടിൽ കാണാം, ദൈവത്തിന് വേണ്ടി ചെയ്ത പ്രവൃത്തി. ഇനി ദൈവത്തിന് വേണ്ടി ചെയ്ത ആ പ്രവൃത്തിയുടെ ഒടുവിൽ ദൈവം വിശ്രമിച്ചു എന്ന് പറയുമ്പം 7-ാം ദിവസം ദൈവത്തിന് വേണ്ടി ഒന്നും പ്രവർത്തിക്കുന്നില്ല, ദൈവം വിശ്രമിക്കുകയാണ്. എന്നാൽ ദൈവം അപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ആർക്ക് വേണ്ടി? താൻ സൃഷ്ടിച്ച തൻ്റെ സൃഷ്ടികൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഉദാഹരണങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദൈവം വിശ്രമിച്ചു, ആ സാബത്ത് വിശ്രമം അവസാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ദൈവം വെറുതെ ഇരിക്കുന്നു, ദൈവം ഒന്നും ചെയ്യുന്നില്ല എന്നല്ല. ദൈവം ഒരു നിശ്ചേതനമായ ഒരു ശില പോലെ ദൈവം വെറുതെ ഇരിക്കുന്നു എന്നല്ല, മറിച്ച് ദൈവം ഇപ്പോഴും പ്രവർത്തിക്കുകയാണ്. ആദ്യത്തെ തരത്തിലുള്ള പ്രവൃത്തിയല്ല, ആ പ്രവൃത്തിയിൽ നിന്ന് ദൈവം വിരമിച്ചു. സൃഷ്ടി കഴിഞ്ഞു. ഇനി താൻ സൃഷ്ടിച്ചതിനെ അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാൻ വേണ്ടി, താൻ സൃഷ്ടിച്ചതിനെ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ വേണ്ടി ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രധാനമായും സൃഷ്ടികൾക്ക് വേണ്ടിയാണ്. ആദ്യത്തെ 6 ദിവസത്തെ പ്രവൃത്തികൾ ദൈവത്തിന് വേണ്ടി ദൈവം ചെയ്ത പ്രവൃത്തിയാണ്. 7-ാം ദിവസത്തെ പ്രവൃത്തി ദൈവം ആ ജോലിയിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച്
ഏഴാം ദിവസം ദൈവം ഇപ്പോഴും പ്രവർത്തന നിരതനാണ്. യേശു പറയുന്നു, എൻ്റെ പിതാവ് പ്രവർത്തന നിരതനാണ്. എന്താണ് പ്രവർത്തിക്കുന്നത്? പിതാവ് താൻ സൃഷ്ടിച്ച തൻ്റെ സൃഷ്ടികളെ അതിൻ്റെ ലക്ഷ്യത്തിലെത്തിക്കാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യെശയ്യാ പ്രവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യം കാണാൻ പറ്റും. യെശയ്യാ പ്രവചനത്തിൻ്റെ 64 അധ്യായത്തിൽ ദൈവം ഇപ്രകാരം തൻ്റെ മക്കൾക്ക് വേണ്ടി, തൻ്റെ സൃഷ്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന സൂചന കാണാൻ പറ്റും. യെശയ്യാ 64 4 തിരുവചനം എങ്ങനെയാണ്? തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെപ്പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. വാക്യം എങ്ങനെയാണ്? യെശയ്യാ 64:4 തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദൈവത്തെ അല്ലാതെ, തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ആ ദൈവം എന്ത് ചെയ്യുന്നു? അധ്വാനിക്കുന്നു. അങ്ങനെയല്ലാത്തൊരു ദൈവത്തെ പറ്റി ആരും കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കുന്നത് എന്തറിയാം, ഈ യെശയ്യായിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, ഈ ദൈവം ശരിക്കും ഈ ഭൂമിയെ മുഴുവൻ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ദൈവമാണ്. ഈ ഭൂമിയെ മുഴുവൻ സത്യത്തിൽ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്. കൊളോസോസ് ലേഖനത്തിൽ ഒരു വചനമുണ്ട്. വചനം എങ്ങനെയാണ്? അതായത് അവനിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്, അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു, അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ദൈവം എല്ലാത്തിനെയും, ഗോഡ് ഈസ് ദ പ്രിൻസിപ്പിൾ വിച്ച് ഹോൾഡ് ടുഗെദർ എവറിഥിങ്. എല്ലാറ്റിനെയും കൂട്ടിയിണക്കി എല്ലാറ്റിനെയും ഒരുമിപ്പിച്ച് താളം തെറ്റാതെ നിർത്തുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ മറ്റൊരു വാക്യം ഞാൻ വായിക്കാം. യെശയ്യാ പ്രവചനം 40 അധ്യായത്തിൽ ഇതെല്ലാം സൃഷ്ടികളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് 12 വാക്യം, ഐസയ്യാ 40:12, 12 വാക്യം എങ്ങനെയാണ്? കൈക്കുമ്പിളിൽ ആഴി അളക്കുകയും ആകാശവിശാലതയെ ചാണിൽ ഒതുക്കുകയും ഭൂമിയിലെ പൊടിയെ അളവുപാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കൂലി നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്തവൻ ആരാണ്? അതായത് ഈ ആകാശത്തെയും പ്രപഞ്ചത്തെയും കടലിനെയും ഭൂമിയെയും എല്ലാറ്റിനെയും നിയന്ത്രിച്ച് അതിനെ അതിൻ്റെ താളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം, ഈശോ പറയുകയാണ്, ദൈവം പ്രവർത്തന നിരതനാണ്. ഈ ലോകത്തിൽ അവിടുന്ന് സാബത്ത് വിശ്രമത്തിലാണ്. ആ വിശ്രമം എന്നതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു. ഈ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനും പ്രവർത്തിക്കുകയാണ്. കൂടുതൽ ഈ ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും ദൈവം നിങ്ങളെ ആരോഗ്യത്തിലും നന്മയിലും കൃപയിലും കാത്തു സൂക്ഷിക്കട്ടെ. പരസ്പരം സ്നേഹിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.